ഓക്കെ, നമ്മൾ അണ്ടർ റൈറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ പറയാണ് പഠിച്ചു നിർത്തിയത്. ദെൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകുമ്പം മാർക്കഡ് ആപ്ലിക്കേഷൻ, അൺമാർക്കഡ് ആപ്ലിക്കേഷൻ, ഫെയിം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരു 3 ടേമുകളെ കാണും. പ്രോബ്ലത്തിനകത്ത് അത് മാത്രമേ ഉള്ളൂ. മാർക്കഡ് ആപ്ലിക്കേഷൻ, അൺമാർക്കഡ് ആപ്ലിക്കേഷൻ, ഫെയിം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ. മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർറൈറ്ററിൻ്റെ ഒഫീഷ്യൽ സ്റ്റാമ്പും അയാളുടെ സിഗ്നേച്ചറോട് കൂടി കമ്പനിയിലോട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ, അതായത് അണ്ടർറൈറ്റർ അയാളുടെ ഏജന്റ് മുഖേന കമ്പനിയിലോട്ട് ഞങ്ങൾക്ക് ഷെയറുകൾ വേണം എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. The application form for shares or debentures received by the company bearing the official stamp of underwriter is called market application. അതായത് സിംപ്ലി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് അണ്ടർറൈറ്റർ മുഖേനയാണ് വിൽക്കാൻ വേണ്ടി ആപ്ലിക്കേഷനുകൾ കമ്പനിയിലോട്ട് വന്നിരിക്കുന്നത്. അതിൽ അണ്ടർറൈറ്ററിന്റെ സ്റ്റാമ്പോട് കൂടിയാണ് ആ ആപ്ലിക്കേഷൻസുകൾ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അൺമാർക്കഡ് ആപ്ലിക്കേഷൻ. ഇതിനകത്ത് വിത്തൗട്ട് ബിയറിംഗ് ദ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് ദ അണ്ടർറൈറ്റർ, അതായത് കമ്പനി നേരിട്ട് ആൾക്കാർക്ക് ഷെയറുകൾ വിറ്റുകൊണ്ടാണ് അവരവിടെ ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, അണ്ടർറൈറ്ററിന്റെ ഒരു ഡീലിങ്സുകൾ വന്നിട്ടില്ല. കമ്പനി സ്വയമേ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഷെയർസ് ഓർ ഡെബഞ്ചേഴ്സ് റിസീവ്ഡ് ബൈ ദ കമ്പനി വിത്തൗട്ട് ബിയറിംഗ് ദ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് ദ അണ്ടർറൈറ്റർ കോൾഡ് അൺമാർക്കഡ് ആപ്ലിക്കേഷൻ. അപ്പൊ കമ്പനി നേരിട്ട് ഷെയറുകൾ പബ്ലിക്കിന് വിറ്റാൽ അതിൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ നമ്മൾ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. കമ്പനി അണ്ടർറൈറ്റർ മുഖേന അണ്ടർറൈറ്ററിന്റെ സീലും സിഗ്നേച്ചർ അതുപോലെ സ്റ്റാമ്പോട് കൂടി നമ്മൾ ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചാൽ അതിനെ നമ്മൾ മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഇനി എന്താണ് ഫെയിം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ? വാട്ട് ഈസ് ഫെയിം അണ്ടർ റൈറ്റിംഗ്? ആൻമരിയ അൺമ്യൂട്ട് ചെയ്തേ. ഗൗരി ആരും അൺമ്യൂട്ട് ചെയ്തില്ല. ഗൗരി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. Okay, what is fame underwriting? What is fame underwriting? ഫെയിം അണ്ടർറൈറ്റിംഗിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? അലീന മാത്യു, വാട്ട് ഈസ് ഫെയിം അണ്ടർറൈറ്റിംഗ്? ഓക്കെ, വേറെ ജിബിന ഷാജി. ജോഫിൻ സെബാസ്റ്റ്യൻ. ജോഫിൻ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്കെ, വാട്ട് ഈസ് ജോഫിൻ, എന്താ ഫെയിം അണ്ടർറൈറ്റിംഗ്? ഞാൻ തന്നെ പറയാം, നിർത്തിക്കോ, അൺമ്യൂട്ട് ചെയ്തോ. നിങ്ങൾ അന്നത്തെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അന്നൊന്ന് വായിക്കാതെയും പെറുക്കാതെയും ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവോ നിങ്ങൾക്ക്?
എല്ലാം ഒരു ലാഘവത്തോടു കൂടി അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ. ഏറ്റവും അവസാനം പഠിച്ചോളാം. ഏറ്റവും അവസാനം എക്സാം ആകുമ്പോഴത്തേനും മിസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ മതി. ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ സംസാരം മുഴുവനും. ഇതിപ്പോ ഈ ഡേ ബൈ ഡേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ലേ? അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് വായിച്ചതിന് ശേഷമേ പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറാവുള്ളൂ. പ്രത്യേകിച്ച് അക്കൗണ്ടൻസിക്കകത്ത് തിയറി പറയുന്ന തിയറിയാണ് അതിന്റെ പ്രോബ്ലത്തിന്റെ ബേസിക് എന്ന് പറയാം. പ്രോബ്ലം മനസ്സിലാണെങ്കിൽ ആദ്യം തിയറി പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുള്ളൂ. അല്ലാതെ തിയറി ഇട്ട് കളഞ്ഞിട്ട് പ്രോബ്ലം ചെയ്തോളാന്ന് പറഞ്ഞാൽ ആരും ഇവിടെ ഇരിക്കണ്ട, ആർക്കും അറിയത്തില്ല, ചെയ്യാനും പറ്റത്തില്ല. സോ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് തന്നെ പഠിച്ചോണം. ഓക്കെ, ഇനി എന്നോട് വഴക്ക് പറയാൻ ഇടവരുത്തരുത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് അൺമ്യൂട്ട് ചെയ്യാതിരിക്കുകയും പറയുന്ന ആൻസറുകൾ കറക്റ്റായിട്ട് പറയാതിരിക്കുകയും ഞാൻ ഇതിനകത്തുനിന്ന് ഞാൻ എന്താ പറയുക, നിങ്ങളെ ഇറക്കി വിടും, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും, നിങ്ങളെ ജോയിൻ ആക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫേം അണ്ടർ റൈറ്റിംഗിന്റെ പ്രത്യേകത, ആരാണോ അണ്ടർ റൈറ്റർ അയാൾ 13% ഓഫ് ഷെയർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. കമ്പനിയിൽ അലീന എന്തൊക്കെയോ പറഞ്ഞു, കമ്പനിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വന്നാലും ഷെയറുകൾ വാങ്ങിക്കൊള്ളാം എന്ന അണ്ടർ റൈറ്ററിന്റെ അടുത്തേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വന്നാലും, ദാറ്റ് മീൻസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാലും അണ്ടർ റൈറ്റർ എന്ത് ചെയ്തിരിക്കണം, അയാൾ എഗ്രി ചെയ്തിരിക്കുന്ന ഷെയറുകൾ അയാളുടെ പേരിൽ പർച്ചേസ് ചെയ്തിരിക്കണം. അതാണ് നിബന്ധന, ഫേം അണ്ടർ റൈറ്റിംഗിന്റെ നിബന്ധന. അപ്പൊ ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഫേം അണ്ടർ റൈറ്റിംഗിലൂടെ അണ്ടർ റൈറ്റർ എത്ര ഷെയർ ആണ് മേടിക്കുന്നത് അതിന്റെ ആപ്ലിക്കേഷനെയാണ് ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കുവാനുള്ള പൂർണ്ണം 100% ഷെയറുകളും വിൽക്കാൻ വേണ്ടി ഒരു അണ്ടർ റൈറ്ററിനെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ അത് വേണ്ട, ആ എക്സാമ്പിൾ വേണ്ട. ഒരു കമ്പനിയുടെ 80% ഷെയറുകൾ വിൽക്കാൻ വേണ്ടി ഒരു അണ്ടർ റൈറ്ററിനെ ഏൽപ്പിച്ചു. അത് ഫേം അണ്ടർ റൈറ്റിംഗ് ആയിരുന്നു. അതിന്റെ 10% ഷെയർ അണ്ടർ റൈറ്റർ സ്വയം പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ 10% ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെന്ന് വിളിക്കും, ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അപ്പൊ അണ്ടർ റൈറ്ററിനെ ഏൽപ്പിച്ചിരിക്കുന്ന 80% ഷെയറുകളാണെന്ന് പറഞ്ഞു, 10% അണ്ടർ റൈറ്റർ സ്വയം പർച്ചേസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 70% വന്നിരിക്കുന്ന ഷെയർ ആപ്ലിക്കേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും, മാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് അണ്ടർ റൈറ്ററിന്റെ സ്റ്റാമ്പോട് കൂടിയാണ് അത് കമ്പനിക്ക് പേ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കൈമാറുക, ട്രാൻസ്ഫർ ചെയ്യുക ആ ആപ്ലിക്കേഷനുകൾ. ദെൻ കമ്പനിക്ക് മുഴുവൻ 100% ഷെയറുകളിൽ 80% അണ്ടർ റൈറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 20% കമ്പനി ഡയറക്റ്റ് പബ്ലിക്കിന് വിൽക്കുക ചെയ്ത്. ആ 20% ആപ്ലിക്കേഷനെ നമ്മൾ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള 3 ആപ്ലിക്കേഷനുകളെയാണ് ഇവിടെ സംസാരിക്കുക. മാർക്കറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റർ മുഖേന വിൽക്കുന്ന ഷെയറുകളുടെ ആപ്ലിക്കേഷൻ. അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് ആൾക്കാർക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെ സ്വീകരിക്കുന്ന ആപ്ലിക്കേഷൻ. ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റർ സ്വയം പർച്ചേസ് ചെയ്തിരിക്കുന്ന അണ്ടർ റൈറ്റിംഗ് ഷെയർസിന്റെ ആപ്ലിക്കേഷൻ. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ. ഈ 3 ആപ്ലിക്കേഷന് പ്രോബ്ലത്തിൽ ഉണ്ടാവും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇനി കുറച്ച് കാര്യം കൂടി തിയറിയായിട്ട് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഞാൻ നേരെ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തിയറികളാണ് അതെല്ലാം. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രൊഫോമ പഠിക്കാനുണ്ട്. പ്രൊഫോമ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പർട്ടിക്കുലർ കോളം ഉണ്ടായിരിക്കണം. അതുപോലെ എത്ര അണ്ടർ റൈറ്റർ ഉണ്ടോ അത്രയും അണ്ടർ റൈറ്ററിനും ഓരോ കോളം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ഒരു ടോട്ടലിന്റെ എമൗണ്ട് കോളം ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, ഒരു പർട്ടിക്കുലർ കോളം വേണം. അതിന്റെ എമൗണ്ട് കോളത്തിലോട്ട് വരുമ്പം എത്ര അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടോ അത്രയും അണ്ടർ റൈറ്റേഴ്സിന് ഓരോ കോളം വേണം. അണ്ടർ റൈറ്റേഴ്സിന് ഓരോ കോളം വേണം. അതുപോലെ ടോട്ടൽ എമൗണ്ട് കോളവും വേണം ഒരെണ്ണം. ദെൻ ഇനി എന്താ അതിൽ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ്ലി നമ്മൾ എഴുതുന്നത് ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർ റൈറ്റർ. ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കമ്പനിയുടെ അണ്ടർ റൈറ്റർ ആയിട്ട് എഗ്രി ചെയ്ത്, അതായത് കമ്പനിയുമായിട്ട് എഗ്രി ചെയ്തു, ഞാൻ ഒരു അണ്ടർ റൈറ്റർ ആണെന്ന് പരിഗണിക്കാം. അങ്ങനെ വരുമ്പം ഞാൻ എത്ര ഷെയർ ആണ് വിറ്റു കൊടുക്കാമെന്ന് കമ്പനിയോട് എഗ്രി ചെയ്തിരിക്കുന്നത്, ആ ഷെയറിന്റെ വാല്യൂവിനെയാണ് എൻ്റെ ഗ്രോസ് ലയബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ അണ്ടർ റൈറ്റേഴ്സും വിറ്റു കൊടുക്കാമെന്ന് കമ്പനിയുമായി എഗ്രി ചെയ്തിരിക്കുന്ന എത്ര ഷെയർ ആണ്, ആ ഷെയറിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർ റൈറ്റർ എന്ന് വിളിക്കുക.
ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കാൻ വേണ്ടി 3 അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, എ ബി സി. സോ നമ്മൾ 3 എമൗണ്ട് കോളം അവിടെ വരണം, എ ബി സി. ദെൻ ഫസ്റ്റ്ലി നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതുന്ന ഭാഗം ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർ റൈറ്റർ. എ എത്ര വിറ്റ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, ബി എത്ര വിറ്റ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, സി എത്ര വിറ്റ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രോസ് ലയബിലിറ്റി എന്ന് വിളിക്കുക. ദെൻ ഇതിൽ നിന്ന് ആദ്യം ലിസ്റ്റ് ചെയ്യേണ്ടത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആണ്. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ദർശന ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ദർശന. വാട്ട് ഈസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ? വാട്ട് ഈസ് അൺമാർക്ക്ഡ്? പഠിപ്പിച്ച കാര്യം ഓർക്കുന്നില്ലേ? ഇതെവിടെ കേട്ടിരിക്കുന്നത്? കഥ കേട്ടോണ്ടിരിക്കാനാണെങ്കിൽ ക്ലാസ്സിൽ ആരും കയറണ്ട കേട്ടോ. വേറെ ബിസിനസിന് വേണ്ടിയാണെങ്കിലും എന്റെ ക്ലാസ്സിൽ ആരും കയറണ്ട. ജോഫിൻ സെബാസ്റ്റ്യൻ, വാട്ട് ഈസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ? കമ്പനി സ്വയം ആൾക്കാർക്ക് വിറ്റിട്ട് അതിന്റെ ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നതിനെ നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. കമ്പനി ഡയറക്റ്റ് പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു വിത്തൗട്ട് ദ സ്റ്റാമ്പ് ഓഫ് അണ്ടർ റൈറ്റർ എന്നാ പറയാ. കമ്പനി ഡയറക്റ്റ് അവിടെ. കേട്ടോ ദർശന? ഓക്കെ. അപ്പൊ ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർ റൈറ്ററിൽ നിന്ന് ഏറ്റവും ആദ്യമേ നമ്മൾ ലെസ് ചെയ്യേണ്ടത് എന്താണ്? ക്രെഡിറ്റ് ഫോർ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആയിട്ട് കമ്പനിയിലോട്ട് വന്നിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ എണ്ണമാണ് നമ്മൾ ആദ്യം കുറയ്ക്കുക. അത് കുറച്ചിട്ട് അതിന്റെ ബാലൻസ് താഴോട്ട് എഴുതും. ദെൻ നമ്മൾ ലെസ് ചെയ്യാൻ പോകുന്ന മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആണ്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? വാട്ട് ഈസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? ദിവ്യ സാബു. ദിവ്യ, ദിവ്യ അൺമ്യൂട്ട് ചെയ്തേടി. അഖിൽ വർഗീസ്. ദിവ്യ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്താ? ഓക്കെ. അഖിൽ വർഗീസ്. അഖിൽ, എന്താണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? ഹിരൺ തോമസ്. എന്താണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? അണ്ടർ റൈറ്റേഴ്സിന്റെ സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ. ദാറ്റ് മീൻസ് അണ്ടർ റൈറ്റർ ഒരു കമ്പനിയുടെ ഷെയറുകൾ വിറ്റുകൊടുക്കുന്ന ഭാഗമായിട്ട് അണ്ടർ റൈറ്ററിന്റെ കയ്യിലോട്ടാണ് ആപ്ലിക്കേഷനുകൾ വന്നിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ആര്? അണ്ടർ റൈറ്റർ നേരിട്ട്. അപ്പൊ അണ്ടർ റൈറ്ററിന്റെ സ്റ്റാമ്പോട് കൂടിയാണ് കമ്പനിക്ക് ഈ ഷെയറുകൾ കൈമാറ്റം ചെയ്യുക. അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളെ നമ്മൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ അണ്ടർ റൈറ്റർ മുഖേന കമ്പനിയിൽ വരുന്ന ആപ്ലിക്കേഷനുകളും അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കമ്പനി ഡയറക്റ്റ് സ്വീകരിക്കുന്ന ആപ്ലിക്കേഷനുകളും വിത്തൗട്ട് ദ സ്റ്റാമ്പ് ഓഫ് അണ്ടർ റൈറ്റർ ആണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്കറ്റിനകത്ത് വിത്ത് ദ സ്റ്റാമ്പ് ഓഫ് അണ്ടർ റൈറ്റർ എന്നാണ് പറയാം. അപ്പൊ ആ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നും ഏറ്റവും ആദ്യം നമ്മൾ റെഡ്യൂസ് ചെയ്തത് ഏതായിരുന്നു? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അതിനുശേഷം അതിന്റെ ടോട്ടൽ എമൗണ്ട് താഴോട്ട് എടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അതിനുശേഷം നമ്മൾ
റെഡ്യൂസ് ചെയ്യുന്നു. ആദ്യം അൺമാർക്കഡ് കുറയ്ക്കുന്നു, അതിനുശേഷം ഏതാണ് മാർക്കഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുന്നു. ഈ മാർക്കഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേം അണ്ടർറൈറ്റിംഗ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് ആപ്ലിക്കേഷന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം കുറയ്ക്കാൻ. ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? മാർക്കറ്റ് ആപ്ലിക്കേഷന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം അതിനെ അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. ആ പോയിന്റ് ഓർത്തിരിക്കുക. അപ്പൊ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നും അൺമാർക്കഡ് ആപ്ലിക്കേഷൻ കുറച്ചു, മാർക്കറ്റ് ആപ്ലിക്കേഷൻ കുറച്ചു. മാർക്കറ്റ് ആപ്ലിക്കേഷൻ കുറയ്ക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയതിനു ശേഷം അതും കൂടെ വേണം മാർക്കറ്റ് ആപ്ലിക്കേഷന്റെ കൂടെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സർപ്ലസ് ഓഫ് അണ്ടർറൈറ്റർ. എക്സാമ്പിൾ പറയാം. നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റ് തരാമെന്ന് എഗ്രി ചെയ്തു വന്നിരിക്കുന്ന 3 അണ്ടർറൈറ്റേഴ്സ് ആണ് എ, ബി, സി. എയും ബിയും സിയും ഏകദേശം 30,000 ഷെയറുകൾ വെച്ച് വിറ്റ് തരാമെന്ന് നമ്മളോട് എഗ്രി ചെയ്തിട്ടുണ്ട്. മൊത്തം 90,000 ഷെയറുകൾ. എക്കും ബിക്കും ഒരു 25,000 ഷെയറുകൾ വെച്ച് ആപ്ലിക്കേഷനുകൾ വന്നോളൂ. അവർക്ക് അത്രേ വിൽക്കാനായിട്ട് സാധിച്ചോളൂ. സിയെ സംബന്ധിച്ചിടത്തോളം ഒരു 40,000 ആപ്ലിക്കേഷൻ വരുകയും ചെയ്തു. അതായത് എക്കും ബിക്കും അണ്ടർ സബ്സ്ക്രിപ്ഷനും സിക്ക് ഓവർ സബ്സ്ക്രിപ്ഷനുമായി. എയും ബിയും സിയും വിൽക്കാമെന്ന് ഏറ്റിരുന്നത് 30,000 ഷെയറുകളാണ്. പക്ഷെ എക്കും ബിക്കും എത്ര ശ്രമിച്ചിട്ടും ഒരു 25,000 പേരെ കണ്ടെത്താനേ പറ്റുള്ളൂ. സിയെ സംബന്ധിച്ചിടത്തോളം 40,000 പേരെ കണ്ടെത്താൻ പറ്റി. പക്ഷെ അയാളുടെ കയ്യിൽ എത്ര ഷെയറേ ഉള്ളൂ? 30,000 ഷെയറേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഷെയറുകൾ വീഴ്ച കൊടുക്കുക. ആ ആൾക്കാരെ കൊണ്ടുവന്ന് കൊടുക്കാൻ സാധിക്കും. സിയോട് പറയും, നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ഞങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേക്കുക, ഞങ്ങൾ കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് സർപ്ലസ് ഓഫ് അണ്ടർറൈറ്റർ. C to be adjusted from the liability of the remaining underwriters in gross liability ratio. അത് എപ്പോഴും അവിടെ വീതിച്ചു കൊടുക്കുന്നത് അവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിലായിരിക്കും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, പ്രോബ്ലത്തിലോട്ട് കിടക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഏറ്റവും ഫൈനലി അതിൽ നിന്ന് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്ത് കാണിക്കണം, ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ. ഈ ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ കുറച്ചു മുമ്പ് നമ്മൾ മാർക്കറ്റ് ആപ്ലിക്കേഷന്റെ കൂടെ കൂട്ടിയിട്ട് കുറച്ചായിരുന്നു, അവിടെ റെഡ്യൂസ് ചെയ്തിരുന്നു ഓൾറെഡി. പക്ഷെ അത് നമ്മളിവിടെ മൈൻഡ് ചെയ്യുന്നില്ല. ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ എത്രയാണോ ഉണ്ടോ അത് അവിടെ വീണ്ടും കൂട്ടിക്കാട്ടണം. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്നതിനെയാണ് നെറ്റ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇത് ബി പാർട്ടിലൊക്കെ ഷുവർ ക്വസ്റ്റൻ ആണ്. നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെറ്റ് ലയബിലിറ്റി എന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇപ്പോൾ ആക്ച്വലി നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പ്രൊഫോമ തരാം. ഇതിൻ്റെ പ്രൊഫോമ തന്നിട്ട് അത് നിങ്ങളുടെ ബുക്കിലോട്ട് ആദ്യം ഒന്ന് അത് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബുക്കിലും അണ്ടർറൈറ്ററിന്റെ ബുക്കിലും പാസ്സാക്കുന്ന ജേണൽ എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ അതിനകത്ത് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധികം നമുക്ക് ജേണൽ എൻട്രികൾ പഠിക്കാനും ഇല്ല. നമുക്ക് നമുക്ക് ചോദിച്ചാലും ജേണൽ എൻട്രി സഹിതം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റെയർ ആയിരിക്കും. നമ്മളിപ്പോൾ പഠിച്ച പ്രൊഫോമ ഉപയോഗിച്ചുകൊണ്ടുള്ള നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അണ്ടർറൈറ്റിംഗ് പ്രോസസ്സിംഗിൽ ഏർപ്പെടുമ്പം കമ്പനിയുടെ ബുക്കിൽ എഴുതി വെക്കേണ്ട ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആദ്യമേ കമ്പനി ഡയറക്റ്റ് റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് കാണിക്കുന്നത്. അത് ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്ന ജേണൽ ഫസ്റ്റ് എഴുതും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്ന് കൊടുക്കും. ദെൻ രണ്ടാമത് കൊടുക്കാൻ പോകുന്നത് അവർക്ക് കൊടുക്കുന്ന അലോട്ട്മെന്റുകളാണ്. അതായത് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ പ്രീമിയം ഉണ്ടെങ്കിൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് വരും. അതിനുശേഷം അണ്ടർറൈറ്ററുമായിട്ടുള്ള എഗ്രിമെന്റിലോട്ട് കിടക്കും.
അണ്ടർറൈറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ സെക്യൂരിറ്റി പ്രീമിയം എന്നും ദെൻ അണ്ടർറൈറ്റർക്ക് കമ്മീഷൻ കൊടുക്കുന്നു. ദെൻ അണ്ടർറൈറ്ററിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കമ്പനിയിലോട്ട് വന്നിട്ടുള്ള ഫൈനൽ സെറ്റിൽമെന്റ് ബാങ്ക് വഴിയായിട്ട് വരുന്നു. അതുപോലെ അണ്ടർറൈറ്റർക്ക് ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ട് കമ്മീഷനും കൊടുക്കുന്നു. ആദ്യമേ അണ്ടർറൈറ്റർ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഷെയറുകൾ ഇത്രയാണെന്ന് കാണിക്കുന്നു. അണ്ടർറൈറ്റർക്ക് കൊടുക്കാന്ന് പറഞ്ഞ കമ്മീഷൻ ഇത്രയാണെന്നും കാണിക്കുന്നു. അത് കഴിഞ്ഞ് അണ്ടർറൈറ്റർ ഷെയറുകൾ വിറ്റിട്ട് നമ്മുടെ കമ്പനിക്ക് പൈസ തരുന്നതായിട്ട് കാണിക്കുന്നു. ആ പൈസ തന്നതിന് ശേഷം അണ്ടർറൈറ്റർക്ക് കൊടുക്കാനുള്ള കമ്മീഷൻ കൊടുത്തതായിട്ടും കാണിക്കുന്നു. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമ്മളുടെ ബുക്ക് അണ്ടർറൈറ്ററുമായി എഗ്രിമെന്റ് ചെയ്യുമ്പം കമ്പനിയുടെ ബുക്കിൽ പാസ്സാക്കുക. ആദ്യം കമ്പനി നേരിട്ട് വിൽക്കുന്ന കാണിക്കും, നേരിട്ട് പൈസ സ്വീകരിക്കുന്നതും കാണിക്കും. ദെൻ അണ്ടർറൈറ്റർ നമ്മളുള്ള എഗ്രിമെന്റ് ചെയ്തു എന്ന് കാണിക്കും. അണ്ടർറൈറ്റർക്ക് ഇത്ര കമ്മീഷൻ കൊടുക്കാനുണ്ടെന്നും കാണിക്കും. ദെൻ അണ്ടർറൈറ്റർ ഷെയർ വിറ്റിട്ട് പൈസ നമ്മൾ സ്വീകരിച്ചു എന്ന് കാണിക്കും, പൈസ കിട്ടിയെന്ന്. അതുപോലെ അണ്ടർറൈറ്റർക്ക് പേയ്മെന്റ് ആയിട്ട് ബാങ്കിലോട്ട് അണ്ടർറൈറ്ററിന്റെ കമ്മീഷൻ ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്തു എന്നും കാണിക്കും. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി നമ്മൾ എഴുതുക. ദെൻ അണ്ടർറൈറ്ററിന്റെ ബുക്കിലാണ് എങ്കിൽ അണ്ടർറൈറ്റർ ഏറ്റെടുക്കുന്ന ഷെയർ എന്തോരാന്ന് ആദ്യം കാണിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു AB ലിമിറ്റഡ്. ദെൻ AB ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കിട്ടുന്നതായിട്ട് കാണിക്കും. ദെൻ അത് ആദ്യമേ ഡ്യൂ ആകുന്നതായിട്ട് കാണിക്കുന്നത്. രണ്ടാമതാണ് ഈ എമൗണ്ട് റിസീവ്ഡ് ഫ്രം AB ലിമിറ്റഡ്, അത് ബാങ്കിലോട്ട് കിട്ടുന്നതായിട്ട് കാണിക്കും. ദെൻ അത് കിട്ടിക്കഴിയുമ്പം AB ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അണ്ടർറൈറ്ററിന്റെ കയ്യിലോട്ട് വന്നിട്ടുള്ള എമൗണ്ടുകളെല്ലാം കമ്പനിക്ക് പേ ഓഫ് ചെയ്യുന്നതായിട്ടും കാണിക്കും. പ്രോസസ്സിങ് ഇത്രയൊക്കെ ഉള്ളൂ. സാധാരണ ഒരു ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന അതേ പ്രോസസ്സിങ് തന്നെയാണ് ഇവിടെയും വരിക. ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്നു, ഷെയറുകൾ വിറ്റിട്ട് പൈസ സ്വീകരിക്കുന്നു, അണ്ടർറൈറ്ററുമായിട്ട് വിൽക്കുവാനുള്ള ഷെയറുകൾ ഡ്യൂ ആകുന്നു, അണ്ടർറൈറ്ററിന് കമ്മീഷൻ കൊടുക്കാന്നുള്ള കാര്യം ഡ്യൂ ആകുന്നു, അണ്ടർറൈറ്ററിന് വിറ്റിട്ടുള്ള എമൗണ്ട് അണ്ടർറൈറ്റർ കമ്പനിക്ക് കൊടുക്കുന്നു, അണ്ടർറൈറ്ററിന്റെ കമ്മീഷൻ അണ്ടർറൈറ്റർക്ക് കിട്ടുന്നു. ആ സെയിം കാര്യം തന്നെ അണ്ടർറൈറ്ററിന്റെ ബുക്കിലും എഴുതി വെക്കുന്നു, കമ്പനിയുടെ ബുക്കിലും എഴുതി വെക്കുന്നു. അങ്ങനെ കമ്പനിയുടെ ബുക്കിൽ പാസ്സാക്കുമ്പം ഒരു 6 ജേർണൽ എൻട്രി കൊടുത്തിട്ടുണ്ട്. അണ്ടർറൈറ്ററിന്റെ ബുക്കിലാണെങ്കിൽ വെറും 4 ജേർണൽ എൻട്രിയേ ഉള്ളൂ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പഠിപ്പിക്കാത്തത്. എങ്കിലും അതിന്റെ പ്രൊസീജിയർ ഇത്ര മാത്രമാണ്. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കും. ആകെ 2 പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആ പ്രൊഫോമ ഒന്ന് പഠിച്ചു വെക്കണം. എത്ര കോളം വേണം, ആദ്യം ഒരു പർട്ടിക്കുലർ കോളം, എത്ര അണ്ടർറൈറ്റേഴ്സ് ഉണ്ടോ അത്രയും അണ്ടർറൈറ്ററിന്റെ കോളം, ഫൈനലി ഒരു ടോട്ടൽ കോളം. ഇനി ഓരോ റോയിലും എഴുതുന്ന കാര്യം താഴോട്ട് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം എന്ത് എഴുതണം? ഗ്രോസ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റർ. ഓരോ അണ്ടർറൈറ്ററും എത്രമാത്രം ഷെയറുകൾ വിറ്റുകൊടുക്കാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അതിൻ്റെയും റെഡ്യൂസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് താഴോട്ട് എഴുതുന്നു. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ഇവിടെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കാണിക്കുമ്പം അതിനകത്ത് എന്തുകൂടെ ഇൻക്ലൂഡ് ആയിരിക്കണം? അണ്ടർറൈറ്റിംഗറിന് ഫേം അണ്ടർറൈറ്റിംഗിലൂടെ എന്തെങ്കിലും ഷെയറുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ടും കൂടെ മാർക്ക്ഡ് ആപ്ലിക്കേഷന്റെ കൂടെ കൂട്ടി കാണിക്കും. ദെൻ നമ്മൾ കാണിക്കുന്നത് എന്തെങ്കിലും സർപ്ലസ്, ആർക്കെങ്കിലും അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ വീഴ്ച കൊടുക്കുന്നതായിട്ട് കാണിക്കുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ദെൻ ഫൈനലി ഏറ്റവും അവസാനം ഒരു ഫേം അണ്ടർറൈറ്റിംഗിന്റെ ഭാഗമുണ്ട്, അതവിടെ ആഡ് ചെയ്തുകൂടെ കാണിക്കാം, ഫേം അണ്ടർറൈറ്റിംഗ്. ദെൻ കിട്ടുന്നതിന് നെറ്റ് ലയബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇതിൻ്റെ PDF ഇടും. ഇതിൻ്റെ പ്രൊഫോമ അണ്ടർറൈറ്റിംഗ് അതും അതുപോലെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജേർണൽ എൻട്രീസും ഒന്ന് ബുക്കിലോട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ.